നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലത്തു നിന്നും ലക്ഷങ്ങൾ വിലയുള്ള ഇരുതലമൂരിയുമായി കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള 5 പേരെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു. കൊല്ലം മുൻ DCC അംഗമായ കൊല്ലം തട്ടാമലയിൽ ദാറുസലാം വീട്ടിൽ അൻസറുദ്ദീൻ, കൊല്ലം വാക്കനാട് ഫൗസിയ മൻസിൽ നിസാറുദ്ദീൻ, കോട്ടയം കൊന്നലൂർ സ്വദേശി ചെറിയാൻ, ചാത്തന്നൂർ ആനച്ചാലിൽ ജാസ്മിൻ വില്ലയിൽ ഫിയാസ്, കൊല്ലം കടയ്ക്കൽ പാലക്കൽ സ്വദേശി നൌഫൽ മൻസിലിൽ നൌഫൽ എന്നിവരാണ് ഇരുതലമൂരിയുമായി പിടിയിലായത്. ഫോറസ്റ്റ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പുനലൂർ ഫ്ലൈയിംഗ് സ്ക്വാഡ് നിസാമുദ്ദീൻ, അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനിൽ, സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ആർ പ്രസന്നൻ, അഭിലാഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രമ്യ, എസ് സുജേഷ്, സുറുമി, ജെയ്സി, സുനിൽ, റഹീം എന്നിവരടങ്ങിയ വനപാലകരാണ് സംഘത്തെ പിടികൂടിയത്. ആവശ്യക്കാരാണെന്ന വ്യാജേന ഇരുതലമൂരിക്ക് വനം വകുപ്പ് ഇന്റലിജൻസ് 50 ലക്ഷം രൂപ വില സംബന്ധിച്ചാണ് സംഘത്തെ വലയിലാക്കി പിടികൂടിയത്. തട്ടാമല ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ദിവസം ഇരുതലമൂരി ബന്ധപ്പെട്ട ഒരു പാമ്പിനെ വിപണനം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 5 പ്രതികളെ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് സ്റ്റാഫുകൾ ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്തോടുകൂടി പിടികൂടുകയുണ്ടായി. 5 പ്രതികളാണുള്ളത്. ഒരു ബ്രീഫ കാറിലാണ് വിപണനത്തിന് വേണ്ടിയിട്ട് ഇരുതലമൂരി ബന്ധപ്പെട്ട പാമ്പിനെ കൊണ്ടുവന്നത്. ആ കാർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, പാമ്പ് കസ്റ്റഡിയിലുണ്ട്. ഈ 5 പ്രതികളും നിലവിൽ അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വൈദ്യപരിശോധനയ്ക്ക് മറ്റു ശേഷം പുനലൂർ JFM2 കോടതിയിൽ ഹാജരാക്കുന്നതാണ്. 40 ദിവസം മുമ്പാണ് വെല്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം ഇരുതലമൂരിയെ നാട്ടിൽ എത്തിച്ചത്. 3.5 ലക്ഷത്തോളം രൂപയ്ക്കാണ് ഇരുതലമൂരിയെ വെല്ലൂർ സ്വദേശിയിൽ നിന്നും വാങ്ങിയതെന്ന് പ്രതികൾ സമ്മതിച്ചതായി വനപാലകർ പറയുന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കും.